പെണ്ണിന്റെ കൈകുട്ടി കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് ബീവിയെ അറബി കെട്ടി കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് ബീവിയെ അറബി കെട്ടി ഇഴവൻ അറബിയുടെ വെള്ളത്താടി കണ്ടപ്പം പടക്കോടെ പെണ്ണിന്റെ കല്ല് പൊട്ടി ആ കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് ബീവിയെ അറബി കെട്ടി 16 പറക്കുന്ന സുഹറാ ബീവി പനിമതിക്കവിലുള്ള തളിരാം ബീവി പവിഴക്കല്ലൊഴിവുള്ള കടക്കണ്ണിൽ ജന്നത്തുള്ള കഥ എന്തെന്നറിയാത്ത സുഹറാ ബീവി കിളിപ്പോലുള്ള സുഹറക്കൾ കരിക്കൂവള പോലെ വിരിഞ്ഞിട്ടുണ്ട് ഇഴവൻ അറബിക്ക് കരളിൽ തട്ടി 10,000 കിളിയെ കിട്ടി കിളിപ്പോലുള്ള സുഹറക്കൾ കരിക്കൂവള പോലെ വിരിഞ്ഞ കണ്ട് ഇഴവൻ അറബിക്ക് കരളിൽ തട്ടി 10,000 കിളിയെ കിട്ടി കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് സുഹറാബീവിയെ അറബി കെട്ടി ഇഴവൻ അറബിയുടെ വെള്ളത്താടി കണ്ടപ്പം പണത്തോലെ പെണ്ണിന്റെ കല്ലുകൂട്ടി കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് സുഹറാബീവിയെ അറബി കെട്ടി ഇജിലീസ് എന്നറബി ചൊല്ലി ഇബ്ലീസിൻ ചിരി കണ്ട് കൽബ് പൊള്ളി ഇതളിട്ട മലർച്ചുണ്ടിൽ അറബി നുള്ളി ഇരമ്പിക്കൊണ്ടറബിയെ അവള് തള്ളി ഇജ്ലീസ് ഇജ്ലീസ് എന്നറബി ചൊല്ലി ഇജ്ലീസിൻ ചിരി കണ്ട് കൽബ് പൊള്ളി ഇതളിട്ട മലർച്ചുണ്ടിൽ അറബി നുള്ളി ഇരമ്പിക്കൊണ്ടറബിയെ അവള് തള്ളി എന്നറബി ചൊല്ലി ഇജ്ലീസിൻ ചിരി കണ്ട് കൽബ് പൊള്ളി ഇതളിട്ട മലർച്ചുണ്ടിൽ അറബി നുള്ളി ഇരമ്പിക്കൊണ്ടറബിയെ അവള് തള്ളി കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് സുഹറാബീവിയെ അറബി കെട്ടി ഇഴവൻ അറബിയുടെ വെള്ളത്താടി കണ്ടപ്പം പടച്ചോരെ പെണ്ണിന്റെ കല്ല് പൊട്ടി കോഴിക്കോട്ടെ കടപ്പുറത്തടുത്തുനിന്ന് സുഹറാബീവിയെ അറബി കെട്ടി അരിശമ്മൂത്തറബിക്ക് കരിയിളകി പറയുന്ന പുതുപെണ്ണ് വിളിച്ചു കൂവി അറബി ചെന്നുടനെ ചെന്നടച്ചു പൂട്ടി അറബിക്ക് കവിളത്ത് ഒരടിയും കിട്ടി പിടഞ്ഞും കൊണ്ടവളോടി പുറത്തു ചാടി പിരിമുട്ടോരറബിയും പുറകെ ചാടി പുരക്കാരും കരക്കാരും തടിച്ചുകൂടി ഒരു തികട്ടവസാനം അറബിയോടി പിടഞ്ഞും കൊണ്ടവളോടി പുറത്തു ചാടി പിരിമുട്ടോരറബിയും പുറകെ ചാടി പുരക്കാരും കരക്കാരും തടിച്ചുകൂടി ഒരു തികട്ടവസാനം അറബിയോടി അറബിയോടി പുറകെ കല്ലാളിയോടി കല്ലാളിയെ പിടികൂടാൻ ജനങ്ങളോടി ഓടി ഓടി ജനം പുറകെ കൂടി അറബി ചെന്നവസാനം കടലിൽ ചാടി അറബിയോടി പുറകെ കല്ലാളിയോടി കല്ലാളിയെ പിടികൂടാൻ ജനങ്ങളോടി ഓടി ഓടി ജനം പുറകെ കൂടി അറബി ചെന്നവസാനം കടലിൽ ചാടി ഓടി ഓടി ജനം പുറകെ കൂടി അറബി ചെന്നവസാനം കടലിൽ ചാടി ഓടി ഓടി ജനം പുറകെ കൂടി അറബി ചെന്നവസാനം കടലിൽ ചാടി. ടീം ഗ്രീനിന്റെ കോമഡി റൗണ്ട് ആയിരുന്നു നമ്മളിപ്പോ തന്നെ കണ്ടത്. ഏതായാലും ഈ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏതായാലും നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അസ്ലം ജി, ഗ്രീൻ ടീം
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, രണ്ട് സിംഗേഴ്സ് റാഫി ആൻഡ് ബഷീർ നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. ആൻഡ് ടീം വാസ് ഓൾസോ വെരി നൈസ് ടീം. അറബിക് كيف حالك انت يا صديق؟ الحمد لله. ها؟ الحمد لله. الحمد لله. مكالمتك لا تتم حسب انتهاء خدمة ركي وشكرا. അറബി കുറച്ച് അറിയുള്ളൂ. നന്ന ആക്ടിങ് ഉണ്ടായിരുന്നു. അത് സ്ലോ മോഷൻ ആയിട്ട് പിന്നെ ഫാസ്റ്റ് ആയി പിന്നെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നന്ന വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടീം ഗ്രീൻ കലക്കി. അടിപൊളിയാണ് ഒരു പെർഫോമൻസ്. നേരത്തെ അസ്ലം എല്ലാം പറഞ്ഞത് ആ സ്ലോ മോഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മളുടെ ഹീറോയിൻ പേരെന്താണ്? ശ്രുതി സുരേഷ്. ഓക്കെ, ശ്രുതി നന്നായിട്ട് ചെയ്തു. വളരെ എക്സ്പ്രഷൻസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ബഷീർ, റഫി നന്നായിട്ട് പാടി, വളരെ എൻജോയ് ചെയ്തു. ഇവര് ശരിക്കും ഇവിടെ ഇരുന്നിട്ട് ഞങ്ങള് 3 പേര് ചിരിച്ച് നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരിച്ചുകൊണ്ടേയിരുന്ന. ബിക്കോസ് അങ്ങനെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, ഓരോരോ പെർഫോമൻസും. സോ അറബി ഒരു നല്ല പ്ലസ് പോയിന്റ് ആണ്. വെരി ചിക്കി അറബി. പക്ഷെ എന്നാലും നിങ്ങളുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഇസ് എക്സലന്റ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. ഗ്രേറ്റ് ടീം, അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ബഷീറും റാഫിയാണോ മത്സരിക്കുന്ന, ഇനി സാലിയും സുധി അല്ലെ? സുധിയാണോ? ഭയങ്കര എന്താ പറയാ, നമ്മൾ കട്ടക്കി എന്ന് പറയില്ലേ, പാട്ട് അങ്ങനെ ഒരു അടിച്ചു പൊളിച്ച് വരുന്നു. അതുപോലെ തന്നെ കോമ്പിനേഷനാണ്. പക്ഷെ ആ കോമ്പിനേഷനാണ് ഇവിടെ നമുക്ക് ഭയങ്കര ഒരു ഈക്വൽ ആയിട്ട് സോങ് വൈസ് ആയാലും ഡാൻസ് ഒരുപോലെ നിങ്ങൾ അത് കൊണ്ടുപോയി. ടോട്ടൽ അടിപൊളി, നല്ല സൂപ്പർ തന്നെയായിരുന്നു. ടീം ഗ്രീനിന്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജഡ്ജസ് അവർക്കുള്ള മാർക്സ് ഏതായാലും മാർക്ക് ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ഏതായാലും നല്ല മാർക്സ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.